ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. ഒപ്പം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് ആരെല്ലാം ഉണ്ടെന്നറിയുമോ? മഹാനായ മീകാഈൽ, മഹാനായ ഇസ്രാഫീൽ, മഹാനായ അസ്റാഈൽ അലൈഹിമുസ്സലാത്തു വസ്സലാം. ഈ മാലാഖമാര് വന്നു ഹബീബിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ചാരത്ത് ഈ മാലാഖമാര് വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നബിയേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവന്റെ കൈ ഞാൻ പിടിച്ചിട്ട് നാളെ പാരത്രീക ലോകത്ത് സിറാത്തുൽ മുസ്തഖീം എന്ന പാലമുണ്ടല്ലോ, ആ പാലം ഞാൻ പാസ് ചെയ്യും നബിയേ. ആ സന്ദർഭത്തിലതാ മഹാനായ മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലുന്നവന് ഞാൻ ഹബീബായ അവിടുത്തെ ഹൗദുൽ കൗസർ കുടിപ്പിക്കും നബിയേ. അതാ ഇത് കേട്ടപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ആ മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാപ്പ് നൽകിയിട്ടല്ലാതെ സ്വലാത്ത് സലാമുകൾ വർദ്ധിപ്പിക്കുന്ന മനുഷ്യന് അല്ലാഹു തആല പൂർണ്ണമായും വിട്ടുവീഴ്ച നൽകിയിട്ടല്ലാതെ ഞാൻ എന്റെ ശിരസ് സുജൂദിൽ നിന്നുയർത്തുകയില്ല നബിയേ. അവസാനമായി അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, മഹാന്മാരായ അമ്പിയാക്കളുടെ ആത്മാവ് എങ്ങനെയാണ് ഞാൻ പിടിച്ചത്, നബിമാരുടെ റൂഹ് പിടിച്ചതെങ്ങനെയാണ്, അതുപോലെ അവന്റെ ആത്മാവിനെ സിമ്പിളായി സോഫ്റ്റായി വളരെ ലാഘവത്തോടെ ലളിതമായി നൈർമല്യപൂർവം ഞാൻ അവന്റെ ആത്മാവിനെ പിടിക്കും നബിയേ. എന്തൊരു വലിയ ഓഫറാ മുഅ്മിനീങ്ങളെ. എന്തിനാ? സ്വലാത്ത് ധാരാളമായി ചൊല്ലുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മൂസ തങ്ങളോടൊരു സമയമിൽ ചോദിച്ചു ദാഹിക്കാതിരിക്കാൻ മഹ്ശറിൽ. മൂസാ നബിയേ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, നബിയേ, നാളെ ആഖിറത്തിൽ ദാഹിക്കാതിരിക്കാൻ എന്ത് വേണോന്നറിയോ? അല്ലാഹു പറയുകയാണ് മൂസാ നബിയെ വിളിച്ചിട്ട്, ദാഹിക്കാതിരിക്കാൻ നാളെ മഹ്ശറയിൽ ആഖിറത്തിൽ ദാഹിക്കാതിരിക്കാൻ എന്തു വേണമെന്നറിയുമോ? അതിനെന്ത് മാർഗമാ ഉള്ളത്? അത് ഞാൻ പറഞ്ഞുതരട്ടെ, അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി നൂറദിൽ, എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി നൂറദിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്ത് മൂസ കൂടുതൽ, ചൊല്ലേണ്ടതാണ് സ്വലാത്ത് മൂസ കൂടുതൽ. ധാരാളം സ്വലാത്ത് ചൊല്ലണം ഹബീബായ നബിയുടെ പേരിൽ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയാൽ നാളെ ആഖിറത്തിൽ ദാഹമുണ്ടാകില്ല മൂസ നബിയേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി വന്നിട്ട് ഹബീബായ നബിയോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം, നബിയെ, ഞാൻ എന്റെ ജീവിതത്തിന്റെ 4/1 ഭാഗം, ശ്രദ്ധിക്കണേ, എന്റെ ജീവിതത്തിന്റെ 4/1 ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ നബിയെ? റസൂലുള്ളാഹി പറഞ്ഞു, വർദ്ധിപ്പിച്ച ചൊല്ലിക്കോ മോനെ, വർദ്ധിപ്പിച്ചാ നിനക്ക് ഗുണവാ മോനെ. അപ്പൊ ആ സഹാബി, വർദ്ധിപ്പിച്ചാ നിനക്ക് ഗുണവാ മോനെ. അപ്പൊ ആ സഹാബി ചോദിച്ചു, നബിയെ, എന്റെ ജീവിതത്തിൽ 3/2 ഭാഗവും ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ നബിയെ? അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് ഹബീബ് പറഞ്ഞു, ചൊല്ലിക്കോ മോനെ, വർദ്ധിപ്പിച്ചാൽ നിനക്ക് കൂടുതൽ ഗുണമാണ് മോനെ. അപ്പൊ ഈ സഹാബി ചോദിച്ചു, നബിയെ, എന്റെ ജീവിതത്തിൽ 2/1 ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ നബിയെ? ഹബീബ്
പറഞ്ഞു, ചൊല്ലിക്കോ മോനെ, വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഗുണമാണ് മോനെ. ആ സമയത്ത് സ്വഹാബിയുൽ ജലീൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഞാൻ എന്റെ ജീവിതം മുഴുവനും സ്വലാത്ത് ചൊല്ലട്ടെ നബിയേ. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ ഉബയ്യേ, നീ അത്യുന്നതങ്ങളിലാണ്, നീ ഏറ്റവും ബറക്കത്തുള്ളവരായ ശ്രേഷ്ഠതകളുടെ പാരമ്പര്യത പുൽകുന്നയാളാണ് എന്ന് വെച്ച് നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ ഫർളായ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചെന്ന് ആളാരും പറയല്ലേ. 5 നേരം മുസ്ലിമായ മനുഷ്യന് കൃത്യമായി നിസ്കരിക്കണം. അത് അള്ളാഹുവും അവനും തമ്മിലുള്ള ബാധ്യതയാണ്. ഞാനൊരു 10 രൂപ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കടം മേടിച്ചാൽ എനിക്കും അദ്ദേഹത്തിന് നേരിട ബാധ്യതയുണ്ട് അല്ലേ? ഞാൻ അദ്ദേഹത്തിന് കടക്കാരനാണ് അദ്ദേഹം, എനിക്ക് പൈസ, ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുക്കാറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കടമുണ്ട്. ഇതുപോലെ അള്ളാഹ് കൽപ്പിച്ചതാ. അള്ളാഹിന്റെ അടുത്ത് കടക്കാരാവാൻ നിൽക്കണ്ട, അള്ളാഹിന്റെ അടുത്ത് കടക്കാരാകാൻ നിൽക്കണ്ട. അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹ് കൽപ്പിച്ചു, മോനെ നീ 5 നേരം നിസ്കരിക്കണം. അല്ലാഹു തആല പറയുന്നു, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയൊക്കെ നമ്മൾ പഠിച്ച നമുക്ക് ഇബാദത്ത് ചെയ്യാനാണ്. ജീവിതം മുഴുവനും ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അപ്പൊ ചോദിക്കും, ഉസ്താദേ ജീവിതം മുഴുവൻ അങ്ങനെ ഇബാദത്താക്കുക? ഞാനൊരു ഡ്രൈവറാണ്, ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്, ഞാനൊരു പാവപ്പെട്ട മരം വെട്ടുകാരനാണ്, ഞാൻ എങ്ങനെ ഇബാദത്ത് ചെയ്യാ? സഹോദരാ, നീ ധരിച്ചൊരു ധാരണയുണ്ട്. എന്താ പറയുക? ബാഡ് കൺസെപ്റ്റ്, മോശമായൊരു ധാരണ. നല്ല സൽക്കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ തൊപ്പിയിട്ട് നല്ല തസ്ബീഹൊക്കെ വലിയ നീളമുള്ള തസ്ബീഹ് എടുത്ത് പള്ളിയിൽ ഇങ്ങനെ പോയി ഖുർആൻ എടുത്ത് നോക്കി ഓതി നിസ്കരിച്ചു. ഇതല്ല ഇസ്ലാം, ഇതല്ല ഇസ്ലാം. ഡ്രൈവറായ ആളവന്റെ സ്റ്റീറിംഗ്, അവനാ വണ്ടിയെ നിയന്ത്രിക്കുന്നത്, അവനതിന്റെ ഗിയർ മാറുന്നത്, മത്സ്യത്തൊഴിലാളി മത്സ്യമെടുത്ത് കിലോ പത്ത് എന്ന് വിളിക്കുന്നത് ഇബാദത്താണ്. അതിനുണ്ടാവേണ്ടത് നിയ്യത്ത് നന്നാകണേ. പടച്ചോനെ, ഈ വണ്ടി ഞാൻ ഓടിക്കുന്നത് എന്റെ മക്കളെ തീറ്റിപ്പോറ്റാനാ, എന്റെ കുടുംബം പോറ്റാനാ, പള്ളിയിലെ ഉസ്താദിന് ചോറ് കൊടുക്കണം എനിക്ക്, അതുപോലെ നല്ല കാര്യങ്ങളുടെ പ്രോഗ്രാമിലേക്ക് അതിലേക്ക് പൈസ കൊടുക്കണം എനിക്ക്, അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ തോന്നിവാസങ്ങൾക്കല്ല എന്ന നല്ല നീയത്ത് വെച്ചത്. ഗിയർ മാറുമ്പോഴും സൈഡ് നോക്കുമ്പോഴും മോനെ ഹാൺ അടിക്കുമ്പോഴൊക്കെ അള്ള കൂലി തരുന്നതിനൊക്കെ അതെല്ലാം ഇബാദത്താണ്. ഓ, ഇങ്ങനെ ഇസ്ലാമുണ്ടോ? ഇതാണ് ഇസ്ലാം. നിങ്ങൾ എന്തോ മനസ്സിലാക്കി? അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും വെറുതെ കുറെ ആളുകൾ തൊപ്പിയിട്ട് താഴെ എപ്പോഴും അത് നണ്ടെന്നല്ല. കൃത്യമായി സുബഹി കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം, ഒരു 20 മിനിറ്റ് നേരം ഖുർആൻ പാരായണം ചെയ്യൂ. ആ ഖുർആൻ അന്ത്യനാളിൽ ശഫീഅൻ ലിഅസ്ഹാബിഹി. ഖുർആൻ ഓതുന്ന മനുഷ്യന് നാളെ സ്വർഗത്തിൽ, പാരത്രിക ലോകത്ത്, സുഖലോക സ്വർഗത്തിലേക്ക്, മോനെ വാ 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 സ്വർഗത്തിലേക്ക് പോവാന്ന് പറഞ്ഞ അയാളെ വിളിച്ചുകൊണ്ട് അപ്പൊ ചോദിക്കും, ആരാനി? എല്ലാ ദിവസവും സുബൈക്ക് ശേഷം 15 മിനിറ്റ് ഖുർആൻ ഓതിയില്ലേ? എല്ലാ ദിവസവും 15 മിനിറ്റ് ഖുർആൻ, സുബൈക്ക് ശേഷം 5 മിനിറ്റ് ഖുർആൻ ഓതിയില്ലേ? ഖുർആനാണ് ഞാൻ. വരൂ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാ, കാണുന്ന വഴിയാ, വഴിയോടെ പോയാൽ നമുക്ക് ജന്നത്തിന്റെ അവിടെ എത്താമെന്ന് ഖുർആൻ നാളെ പാരത്രിക ലോകത്ത് ഹബീബ് പറഞ്ഞു. അത് നാളെ അന്ത്യലോകത്ത് വരും. ആ പാരത്രിക പരലോകത്ത് എത്തിച്ചേരുന്നതാണ്. ഖുർആനോദിയവനാണ് സ്വർഗത്തിൽ കിടത്തണേ, അവന് പുറത്തു കൊടുക്കണേ, അവന് നന്മ ചെയ്യണേ എന്ന് അള്ളാന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അള്ളാഹു നമ്മുടെ ഭാഗതയങ്ങൾ വാദിക്കാനൊരു വക്കീലായിട്ട് നാളെ ഖുർആൻ വരും. ഖുർആൻ കലാമുല്ലാഹി ആണെന്നോർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും പ്രിയപ്പെട്ട ഫർളായി അല്ലാഹ് കൽപ്പിച്ചതെല്ലാം ചെയ്ത മനുഷ്യൻ കൃത്യമായി സ്വലാത്ത് മദീനയോടടുത്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, നമുക്കത് നേട്ടമാണ്, നമുക്കത് വിജയമാണ്. അത്
അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഹബീബിനോട് ഖൽബ് കൊണ്ട് ഇഷ്ടം പുലർത്തുകയും ചെയ്ത് നമ്മൾ നല്ല മുഹിബ്ബുകളായി ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂലിനോടടുത്ത് നമുക്ക് വിജയിക്കാൻ കഴിയും.